ഇതാണല്ലോ അടുത്ത കുരിശ്. മാത്രല്ലേ ഇവർക്ക് വീട് ആര് പറഞ്ഞു കൊടുത്തു? നമ്മളെ കാണണ്ട. വീട്ടിൽ കയറി കഥ അടക്കാം. ഇവര് പള്ളിയിൽ പോട്ടെ. അകത്ത് കയറരുത്. എന്താ പ്രശ്നം? വീട്ടിൽ അന്ന വിട്ടി ഓടിക്കോ. അവർക്ക് പേളിരിക്കുക. കടിച്ച കുത്തി വെക്കാൻ എനിക്ക് പുക്കളില്ല. എന്നെ ഓടിച്ചേക്കാണ് നേരത്തെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, വീടിനൊരു വലം വന്നെങ്കിൽ എനിക്ക് വയ്യ. ഇനി എനിക്ക് കഴിയേല. റോമാരിൽ അങ്ങോട്ട് ഓടിപ്പോയോ? മാതാവ് പോയി. ആ തള്ളപ്പിശേഷം അവിടുന്ന്. അയ്യോ, നിങ്ങളെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. പിന്നെ എന്തിനാ പേപ്പറ്റിയിട്ട് ഓടിക്കുന്നതല്ല ഞങ്ങളെ ഓടിച്ചത്? ഞാൻ ഓടിച്ചതല്ലോ, ഓടിയതല്ലേ. എനിക്ക് നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞങ്ങളുടെ വീടല്ല, ഞങ്ങളുടെ സബർജില്ലി പറിക്കാൻ വന്നതാ. എന്നാ ശരി, അങ്ങനെ ആട്ടെ. പക്ഷെ രാവിലെ മഠത്തിലെ വാച്ചർ തോമയാണ് നിങ്ങൾ അന്നയുമായിട്ട് ഈ വീട്ടിൽ താമസം തുടങ്ങിയ കാര്യം എന്നോട് പറഞ്ഞത്. അപ്പൊ ഏത് തോമ, എന്ത് തോമ? ഞങ്ങൾ ഇപ്പഴാ ഇങ്ങോട്ട് വന്നത്. അന്നയെ വേളാങ്കണ്ണി മാതാവാണ്. ഞങ്ങൾ അന്നയെ കണ്ടിട്ടില്ല. മാതാവേ കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷെ അവൾ ഇവിടെ ഉണ്ടെങ്കിലേ ദയവ് ചെയ്ത് അവളെ വെളിയിൽ കാണിക്കരുതെന്ന് പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാൻ കഴിഞ്ഞത് തന്നെ അന്നയുടെ ഭാഗ്യമാണ്. എന്റെ പൊന്നു ചാൾസേ, നീ അവളെ തട്ടിക്കൊണ്ടുപോയി അറിഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. പോലീസിനെ വിട്ട് നിന്നെ പിടിപ്പിക്കാൻ വരെ ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ കാല് പിടിക്കുക. എന്റെ അന്നെ നീ രക്ഷിക്കണേ. മദർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ എനിക്കൊന്ന് മനസ്സിലായി. ഈ മാതാവ് പോലീസിനെ ചട്ടം കെട്ടിട്ടാണ് വരുന്നത്. ആ കാക്കിച്ചേട്ടൻ വരെ എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഒരിക്കലും ധരിക്കരുതേ. കർത്താവിനാണ് സത്യം. അന്നയെ കൊല്ലാനായി തലങ്ങും വിലങ്ങും ആളുകൾ തക്കം പാർത്ത് നടക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അവിടെ രക്ഷിക്കാനാവൂ. അന്നയെ കുറിച്ചും അന്നയുടെ ഫാമിലിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മദറിന് അറിയാമോ? അറിയാം. അന്നയുടെ അപ്പച്ചൻ സെബാസ്റ്റ്യൻ എന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. പക്ഷെ മേരിക്കുട്ടിക്ക് തെറ്റുപറ്റി. എല്ലാം വിൻസെന്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് അയാളുടെ തനി സ്വരൂപം മനസ്സിലായത്. സ്വന്തം മകനെ പോലെ മേരിക്കുട്ടി വളർത്തിയ ബിജോയ് പ്രായമായി കഴിഞ്ഞപ്പോൾ അന്നയുടെ ശത്രുവായി മാറി. അവൻ ആവശ്യം അന്നയുടെ പേരിലുള്ള കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ മാത്രമായിരുന്നു. എന്താണ് നീ ചെക്കിൽ ഒപ്പിടാൻ? ഇന്നലെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തത്. അതിന് ചേട്ടൻ എന്തിനാ എന്നും ഇതിന് മാത്രം രൂപയുടെ ആവശ്യം? നിന്റെ തന്തയ്ക്ക് സ്വർഗത്തിലേക്ക് അയച്ചു കൊടുക്കാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ച് നിൽക്കാമെങ്കിൽ നിനക്ക് നിന്റെ തള്ളയ്ക്ക് ജീവിച്ചു പോവാം. അല്ലെങ്കിൽ രണ്ടിനെയും വെട്ടി നുറുക്കി ഇരു ചെവി അറിയാതെ കുഴിച്ചു മൂടി ഞാൻ. ഇഴി ഒപ്പ്. അങ്ങനെ എന്നെ വരട്ടെ, ഒപ്പിടിപ്പിക്കാന്ന് കരുതണ്ട. എന്റെ ഡാഡിയുടെ സ്വത്താ ഇതൊക്കെ. നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഇത്ര നാളും ഞങ്ങളെ ചതിക്കായിരുന്നു. ഇനി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. നീ ഒപ്പിടില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ആദ്യം തല്ലു തരേണ്ടത് നിങ്ങൾക്കാണ്. നീ അത് പറയണോടാ. എന്റെ അന്നമോളും നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കണ്ടിരുന്നില്ല. അത്ര ഓമനിച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. മിണ്ടാതിരി തള്ളേ. ഈ ചെക്ക് മാത്രമല്ല, ഇവളുടെ പേരുള്ള സ്വത്ത് മുഴുവൻ ഞാൻ ഒപ്പിട്ട് മേടിക്കും. എന്റെ അച്ഛനും കൂടെ സമ്പാദിച്ചതൊക്കെ. നിർത്തടാ. നിന്റെ അച്ഛനും നീയും കൂടി എല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരുന്നത് മേടിച്ചോണം, ഇല്ലെങ്കിൽ തനിയെ ജോലി ചെയ്ത് സമ്പാദിക്കണം. മേരിക്കുട്ടി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ആ ചെക്കങ്ങ് ഒപ്പിട്ട് കൊടുക്കാൻ പറ. 4-5 ലക്ഷം രൂപ അവന്റെ ആവശ്യത്തിന് എടുത്താ ഇവിടെ മുടിഞ്ഞു പോകത്തൊന്നും ഇല്ലല്ലോ. വിൻസെന്റ് ആണ് ഇവനെ വഷളാക്കുന്നത്. സാരമില്ല, ഇവളുടെ ചേട്ടനല്ലേ അവൻ. ഇല്ല, എനിക്ക് ചേട്ടനുമില്ല, അച്ഛനുമില്ല, ആരുമില്ല. നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ എനിക്ക് എന്റെ അമ്മ പോലും ഇല്ലാതായി. 9:30 ട്രെയിൻ. വേഗം റെഡിയാക. അതിനു മുമ്പ് ഈ പേപ്പറിലൊക്കെ എന്റെ പൊന്നു മോൾ ഒപ്പിട്ടതാ. പോകുന്നുണ്ട് എന്റെ മുമ്പിന്ന്. പോകാം, പക്ഷേ നിന്നെ പറഞ്ഞയച്ചിട്ടേ ഞാൻ പോവും. ഹോസ്റ്റലിലേക്കല്ല. അങ്ങനെയാണ് അന്ന മഠത്തിലെത്തുന്നത്. ഈ കൊച്ചു പ്രായത്തിൽ അവൾ അനുഭവിച്ച താങ്ങാനാവാത്ത വേദന മുഴുവൻ കർത്താവിൽ അർപ്പിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയാവാൻ വന്നതാണ് അവൾ. അവൾ എവിടെയാണെന്ന് പറയാത്തതിന്റെ പേരിൽ വിൻസെന്റും ബിജോയും മേരിക്കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. ആ സ്ത്രീ ഇന്നൊരു ജീവച്ഛവമാണ്. പത്രത്തിൽ വന്ന ന്യൂസ് കണ്ട അന്നയെ കൊല്ലാൻ വേണ്ടി പുതിയ വേഷത്തിലെത്തിയിരിക്കുകയാണ് ബിജോയ്. അന്നയെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ഇതുവരെ ചാൾസിന്റെ ശത്രുവായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ അന്നയുടെയും മേരിക്കുട്ടിയുടെയും രക്ഷകനായി നീ നിൽക്കണം. നിൽക്കില്ലേ? അത് ഞാൻ എനിക്ക് മാതാവേ, സത്യത്തിൽ അന്നയെ സ്നേഹിക്കുന്നു എന്ന് ഇവൻ അഭിനയിക്കായിരുന്നു.
പാലാ പൗലോസിന്റെ മകൾ അന്നയെ പ്രേമിച്ച് മഠത്തിൽ നിന്നും പുറത്തിറക്കാൻ വന്നവനാണ് ഈ ചാൾസ്. ഇവൻ ആള് തെറ്റിപ്പോയതാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മദർ ഞങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കാതിരിക്കുന്ന നല്ല. അന്ന ഇന്നും പരിശുദ്ധയാ. അവളെ കൂട്ടിക്കൊണ്ടുപോയി രക്ഷിക്കാൻ മദറിനാവില്ലേ? എന്റെ കർത്താവെ, ഞാൻ എന്നായി കേൾക്കുന്നേ? ഇത്ര ഭാഗ്യദോഷിയാണോ ആ കുട്ടി? ജീവനിൽ ഭയന്ന് ഒളിച്ചു താമസിച്ചിരുന്ന എന്റെ അന്നയെ കൊലക്കി കൊടുക്കുമായിരുന്നു നിങ്ങളല്ലേ? കർത്താവ് പൊറുക്കുകയില്ല. ഇല്ല, ആരെയും കൊലക്കി കൊടുക്കാൻ എനിക്കാവില്ല. മാതാവ് വിഷമിക്കണ്ട, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്നോട് ക്ഷമിക്കണം. ഞാൻ ചാൾസിനെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. ആത്മാർത്ഥമായി ചാൾസ് എന്നെ സ്നേഹിക്കുന്നു കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എപ്പോഴെല്ലാം മനസ്സിലായി. ഞാൻ പോവാണ്. എങ്ങോട്ട്? അറിയില്ല. എങ്ങോട്ട് പോകാനും തയ്യാറാണ്. എന്ത് നേരിടാനും ഒരുക്കമാണ്. ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ ആശ പോലും നഷ്ടപ്പെട്ടവളാണല്ലോ ഞാൻ. അന്നയോട് എന്ത് പറഞ്ഞ മാപ്പ് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിന്റെ നിൽക്കക്കല്ലിലായ്മ കൊണ്ട് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഞാൻ വീണുപോയി. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് ചാൾസ് വഞ്ചിച്ചത്? എന്നോടൊന്നും ചോദിക്കരുത്. എന്തിനാന്ന് ചോദിച്ചാ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. എന്റെ അവസ്ഥ അതാണ്. ഇനിയെങ്കിലും ഒരു സത്യം അന്ന അറിയണം. ഞാൻ കോടീശ്വരനല്ല, തെരുവുതണ്ടിയാ. അനാഥനായ തെരുവുതണ്ടി. ഒരിക്കലും അന്നെ പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ചാൾസിന്റെ പണം കണ്ട് മോഹിച്ചിട്ടില്ല. സ്വത്തൊരു ശാപമായി തീർന്നവളാണ് ഞാൻ. എന്നോട് ചാൾസ് കാണിച്ച സ്നേഹം സത്യമായിരുന്നെങ്കിൽ ഈ അന്ന എത്ര ഭാഗ്യവതിയായിരുന്നു. ഈ ചാൾസിന്റെ സ്നേഹം നിനക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണെങ്കിൽ ഇന്നും എന്നും നിന്നോടൊപ്പം സ്നേഹം ഉണ്ടാവും. എല്ലാം ഉണ്ടായിട്ടും അനാഥയായ എന്നെയും ആരോരുമില്ലാത്ത അനാഥനായ ചാൾസും നിന്നെ എനിക്ക് വേണം. അന്ന സിസ്റ്റർ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എനിക്കറിയില്ല മോനെ. അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. ഇത്രയും നാൾ അവളെ കൊടൈക്കനാലിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് അറിയില്ലെന്ന് നിങ്ങൾ നടിച്ചു. ഇപ്പോൾ ഈ ബംഗ്ലാവിന്റെ തൊട്ടടുത്ത് എവിടെയോ ആളുണ്ട്. നിങ്ങൾക്കത് അറിയും ചെയ്യാം. പറ, എവിടെ ഉണ്ട് അവൾ? സത്യമായിട്ട് എനിക്കറിയില്ല. അവൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ചവമ ഞാൻ അവളെ കാണിക്കൂ. ഹലോ, യെസ്, ബിജോയ് ഹിയർ. അന്നേ കിട്ടിയോ? ഈ ഭൂമിക്ക് മോളിൽ വെച്ചോണ്ടിരിക്കരുത്. ഒന്നളറ അവളെ. നല്ലൊരു പീസാണ്. അതെ, ഇനി തട്ടണമെങ്കിൽ തന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ട് തട്ടണം. ഐഡിയ ഉണ്ട്. കം ഓൺ, ഫോളോ മീ. ഓക്കേ. എവിടെ നിന്ന് കിട്ടിയടാ ഈ കോപ്പിലെ ജീപ്പ്? എല്ലാ ഡിക്റ്റേറ്റീവുമാരുടെ ജീപ്പും ഇങ്ങനെ സ്റ്റാർട്ട് ആകാൻ പാടാ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്ക. കൊടൈക്കനാൽ ഡിക്റ്റേറ്റീവ് മിസ്റ്റർ വീരപ്പന്റെ ജീപ്പായത്. ഹെൻറി, എന്റെ മോള്. കർത്താവ്, എന്റെ മോളെ ഇവരെ കൊണ്ട് കൊണ്ടുവന്നു. ഇതേതാ എനിക്കറിയാത്ത ഗ്രൂപ്പാണല്ലോ. നിനക്ക് ഏതൊക്കെ ഗ്രൂപ്പ് അറിയാടാ? വണ്ടി എടുക്കണം, സെന്റി. വണ്ടി നമ്പർ ബാക്കി കാര്യം ഞാൻ വണ്ടി എടുക്കണം മുമ്പോട്ട്. വാഹനം കണ്ടാൽ തിരിച്ചറിയാമോ? ഒരു വെളുത്ത സുമോ വാനാണ് സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞത്. നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. രജിസ്ട്രേഷൻ നമ്പർ പോലും അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ രജിസ്ട്രേഷൻ പറയുന്നത്? അറിയാം. എന്തൊരു കീറ്റിലേത്? ഇത് റെസ്റ്റ് കൊടുക്കണേ. ഇങ്ങോട്ട് ഇറങ്ങി വാ.
എങ്ങനുണ്ട് എന്റെ ബുദ്ധി? ശരിയായിരിക്കട്ടെ. അളിയന്മാരോട് എങ്ങനെ നന്ദി പറയണം ഞങ്ങൾക്ക് അറിയില്ല. നന്ദി വേണ്ട, പണം മതി ഇളയന്മാരെ. കിട്ടുന്നതിൽ 50-50 തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതിങ്ങെടുക്ക്. ഞങ്ങൾ ബോസിന്റെ അടുത്ത് പോയില്ല ചുമ്പാ. പോയാലുടൻ പൈസ മേടിച്ച് പകുതി ഇവിടെ കൊണ്ടുതരും. പോരെ? നിങ്ങൾ ഇത്രയും വലിയ മഹാമനസ്കരാന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അയ്യോ ഞങ്ങളോ? നിങ്ങൾ കാരണമല്ലേ ഈ അന്നക്കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. വെരി താങ്ക്സ്. സന്തോഷായി. മതി 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 മതി. ഇതെന്താ ധൃതരാഷ്ട്രാലിക്കുന്നു? ഇതേതോ ദിനോസറസ് ഏറി പിടിച്ച പോലെ ദിനോസറസ് അല്ലടാ, ഇത് നെറുകേടന്മാരാ. നെറുകേട് കാണിച്ച വെച്ചേക്കില്ല ഒന്നിന്. ചാൾസും ശോഭരാജ് ഇപ്പൊ എവിടെ ഉണ്ട് അളിയാ? നമ്മുടെ കയ്യിൽ